നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ AI യൂസ് ചെയ്തിട്ടാണ് പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. AI ഇമേജ് മോഡൽസ് അത്രയും എഫിഷ്യൻ്റ് ആയി. നിങ്ങളൊരു പോസ്റ്റർ കണ്ടാൽ ആ പോസ്റ്ററിൻ്റെ അതേ ഡിസൈനിൽ നിങ്ങളുടെ ഡാറ്റ യൂസ് ചെയ്ത് എങ്ങനെ റീക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ ഒരു പോസ്റ്ററിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇതൊരു സ്കൂളിൻ്റെ അഡ്മിഷൻ പോസ്റ്ററാണ്. ഇത് ഞാൻ ബിഹാൻസിൽ നിന്ന് എടുത്താണ്. എങ്ങനെ ഇത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം ഞാൻ ഈ പോസ്റ്ററിനെ ക്ലോഡിലിട്ടിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തു. ഈ പ്രോംപ്റ്റിൽ പറയുന്നത് ഈ പോസ്റ്ററിൻ്റെ ഡിസൈനും സ്റ്റൈലും എല്ലാം നിലനിർത്തി ഇതിനെ റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ലോഡ് ഈ പോസ്റ്ററിനെ ശരിക്കും പഠിച്ച് നമുക്കൊരു പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് തരും. ടെംപ്ലേറ്റിൽ നമുക്ക് ഡാറ്റ ചേഞ്ച് ചെയ്യേണ്ട സ്ഥലങ്ങളെല്ലാം സ്ക്വയർ ബ്രാക്കറ്റ്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ ആ പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് കോപ്പി ചെയ്ത് ChatGPTയിലേക്ക് വന്നു. എന്നിട്ട് എനിക്ക് ഡാറ്റ ചേഞ്ച് ചെയ്യേണ്ട സ്ഥലത്തെല്ലാം മാറ്റി അതുപോലെ ഞാനൊരു ലോഗോ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് കിട്ടിയ റെസ്പോൺസ് നോക്കാം. അപ്പോൾ ഇതാണ് ChatGPT ജനറേറ്റ് ചെയ്ത പോസ്റ്റർ. ഇവിടെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഒറിജിനൽ നമ്മൾ കൊടുത്ത പോസ്റ്റർ, ഒറിജിനൽ ഡാറ്റയുള്ള പോസ്റ്റർ. നമ്മൾ പറഞ്ഞ പോലെ കോളേജിൻ്റെ പേര്, ലോഗോ, അതുപോലെ നമ്മൾ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇതുപോലത്തെ വേറൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നതാണ് ഒറിജിനൽ പോസ്റ്റർ. ഇത് ഞാൻ ബിഹാൻസിൽ നിന്ന് എടുത്തതാണ്. ഈ റൈറ്റ് സൈഡിൽ കാണിക്കുന്നതാണ് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ChatGPTയുടെ പോസ്റ്റർ. നിങ്ങൾക്ക് ഇതുപോലെ പോസ്റ്റേഴ്സ് നിങ്ങളുടെ ഡാറ്റ വെച്ച് റീക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോംപ്റ്റ് യൂസ് ചെയ്ത് അതിൻ്റെ ടെംപ്ലേറ്റ് ജനറേറ്റ് ചെയ്താൽ മതി. ഈ പ്രോംപ്റ്റ് ഷെയർ ചെയ്യാം.